തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലോചിതമായിട്ടുള്ള പരിഷ്കാരം വരുത്തുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഒട്ടേറെ മാറ്റങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഉൾപ്പെടെ ജനോപകാരപ്രദമായിട്ടുള്ള അനേകം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 14 ജില്ലകളിലും 3 കോർപ്പറേഷനുകളിലും നടത്തിയ തദ്ദേശ അദാലത്തുകളിലൂടെ ഒട്ടേറെ പൊതു ഉത്തരവുകൾ പുറത്തിറക്കുകയുണ്ടായി. കുറേ ഉത്തരവുകൾ ഇപ്പോഴും ഇറങ്ങാനിരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ തീരുമാനങ്ങളാണ്, പൊതു തീരുമാനങ്ങളാണ് ഈ അദാലത്തുകൾ കൈക്കൊണ്ടത്. ആ പ്രക്രിയ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 47 പരിഷ്കരണങ്ങളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാത്രം സ്വീകരിച്ചിട്ടുള്ളത്. 2024 ഒറ്റ വർഷം 47 പരിഷ്കരണ നടപടികൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വീകരിക്കുകയുണ്ടായി. അതൊരു തുടർ പ്രക്രിയയാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ കൊച്ചിയിൽ നിക്ഷേപക സംഗമത്തിന് കേരളം തയ്യാറെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ നിക്ഷേപ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഇതുവരെ തദ്ദേശ വകുപ്പും പരിഷ്കരണ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചട്ടങ്ങളിലും നടപടിക്രമങ്ങളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെ വ്യവസായ സമൂഹവും നിക്ഷേപക സമൂഹവും ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും സേവന പ്രദാനത്തിൻ്റെ ഗുണമേന്മയായിരുന്നു. അതിൽ കേരളത്തിന് ടോപ്പ് അച്ചീവർ പദവി കൈവരിക്കാൻ കഴിഞ്ഞു. അത് കേരളത്തിൻ്റെ ആകെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിനെയും സഹായിച്ചു. ഇപ്പോൾ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഡാഷ്ബോർഡ്, സിറ്റിസൺ പോർട്ടൽ എന്നിവയടക്കം പരിഷ്കരിച്ചു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിൽ 60% വരെ കുറവ് വരുത്തുകയുണ്ടായി. കെ-സ്മാർട്ടിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ വ്യവസായ സൗഹൃദ നിർദ്ദേശങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. ഏപ്രിലിൽ പഞ്ചായത്തുകളിൽ കൂടി കെ-സ്മാർട്ട് വിന്യസിക്കുന്നതോടെ ഈ ഗവേണൻസ് മേഖലയിൽ ഉണ്ടാവുന്ന വലിയ മുന്നേറ്റം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. ഗവൺമെൻറ് കമ്മിറ്റിയെ ഇത് സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കാൻ, പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ശുപാർശകൾ സമർപ്പിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. പ്രിൻസിപ്പൽ ഡയറക്ടർ, ഡയറക്ടർ അർബൻ, ഡയറക്ടർ റൂറൽ, ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസ്, ചീഫ് എഞ്ചിനീയർ, അതിനു പുറമെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധികൾ, വിവിധ അസോസിയേഷൻ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺസ് ചേംബർ, മേയേഴ്സ് കൗൺസിൽ എന്നിവയുടെ പ്രതിനിധികൾ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൗൺ പ്ലാനേഴ്സ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ എഞ്ചിനീയേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എല്ലാം പ്രതിനിധികൾ ഉൾപ്പെട്ട വളരെ വിപുലമായൊരു കമ്മിറ്റിയെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു. ആ കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട ചില ശുപാർശകൾ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ ശുപാർശകളിൽ അടിയന്തരമായി തന്നെ തീരുമാനമെടുക്കുകയും ഉത്തരവുകൾ പുറത്തിറക്കുകയും ചെയ്യും. അപ്പോൾ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം
ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു. നിലവിൽ പുതിയ കാലത്തെ പല സംരംഭങ്ങൾക്കും ലൈസൻസ് നൽകാൻ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. മുൻ തലമുറ ഇനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയാണ് നിലവിൽ ചട്ടങ്ങളിലുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ പുതിയ തലമുറ സംരംഭങ്ങൾക്ക് പലതിനും ലൈസൻസ് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുള്ളത്. ഇതിൽ മാറ്റം വരുത്തും. നിയമവിധേയമായ ഏത് സംരംഭത്തിനും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരും. അതെ, ആവശ്യമായിട്ടുള്ള മാറ്റം വരുത്തും. അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ പിന്നെ പറയാം. അപ്പം എല്ലാ വിശദാംശവും ഇപ്പോൾ പറയുന്നില്ല, ഒരു ഇൻറ്റൻഷനാണ് പറയുന്നത്. ഇപ്പോൾ ഫാക്ടറികൾ പോലുള്ള സംരംഭങ്ങളെ കാറ്റഗറി 1 വിഭാഗമായും വാണിജ്യ വ്യാപാര സേവന സംരംഭങ്ങളെ കാറ്റഗറി 2 വിഭാഗമായിട്ടും തരംതിരിക്കും. നിലവിൽ വീടുകളിൽ പ്രവർത്തിക്കുന്ന കുടിൽ വ്യവസായങ്ങൾ, വീടുകളിലെ മറ്റ് വാണിജ്യ സേവന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തദ്ദേശ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് നൽകാൻ വ്യവസ്ഥയില്ല. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൈക്രോ സംരംഭങ്ങളാണല്ലോ വീടുകളിൽ പ്രവർത്തിക്കുന്നത്, സൂക്ഷ്മ സംരംഭങ്ങളാണ്. അപ്പോൾ ആ സംരംഭങ്ങൾക്ക് ബാങ്ക് ലോൺ, GST രജിസ്ട്രേഷൻ കിട്ടാനൊക്കെ പ്രയാസമുണ്ടാകുന്നുണ്ട് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വൈറ്റ്, ഗ്രീൻ കാറ്റഗറിയിൽപ്പെടുന്ന സംരംഭങ്ങൾക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള ഉപയോഗഗണം നോക്കാതെ വീടുകളിലുൾപ്പെടെ ലൈസൻസ് നൽകാൻ വ്യവസ്ഥ കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് സൂക്ഷ്മ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. വീടുകളിലും സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പ്രോത്സാഹനം നൽകുക. ആളുകൾ താമസിക്കുന്ന വീടുകളിലും 50% വരെ ഇത്തരം സംരംഭക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി കൊടുക്കാം എന്ന ശുപാർശ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു ശുപാർശയാണ്. വ്യവസായ മേഖലയിൽ കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മതിയാവും. ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല, രജിസ്ട്രേഷൻ മതി. അതായത് പഞ്ചായത്തിൻ്റെ കയ്യിൽ വിവരം ഉണ്ടാവണം എന്താണ് സ്ഥാപനം, എന്ത് സംരംഭമാണ് ആരംഭിക്കുന്നത് എന്നത്.